I will go to England. I will have gone to England. ഈ രണ്ട് സെൻറ്റൻസുകൾ നിങ്ങൾ കാണുന്നില്ലേ? എന്താണ് ഈ സെൻറ്റൻസുകളുടെ വ്യത്യാസം? ഇതിലേതാണ് കറക്റ്റ് സെൻറ്റൻസ്? ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് എന്താണ് ഈ രണ്ട് സെൻറ്റൻസസ് എന്ന് നോക്കാം. ഐ വിൽ ഗോ ടു ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചർ സിമ്പിൾ ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ്. ഐ വിൽ ഹാവ് ഗോൺ ടു ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാലോ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ്. എവിടെയാണ് ഈ രണ്ട് ടെൻസുകളും യൂസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ സിമ്പിൾ ആണെങ്കിൽ യൂസ് ചെയ്യാൻ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ പെട്ടെന്ന് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എടുക്കുന്ന ഒരു തീരുമാനം, അറ്റ് ദ മോമെൻറ്റ് ഓഫ് സ്പീക്കിംഗ് എടുക്കുന്ന ഒരു തീരുമാനം, ഡിസിഷൻ, അതിന് നമുക്ക് ഫ്യൂച്ചർ സിമ്പിൾ ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ വല്ലാത്ത ചൂട് തോന്നുന്ന സമയത്ത് ഞാൻ ജനൽ തുറക്കാൻ പോവുകയാണ്. ഞാൻ ജനൽ തുറക്കും. ഐ വിൽ ഓപ്പൺ ദ വിൻഡോസ് എന്ന് പറയാം. അത് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നതാണ്. അപ്പോൾ ഞാനൊരു ഡിസിഷൻ എടുക്കുകയാണ്, ഐ വിൽ ഓപ്പൺ ദ വിൻഡോസ്. ഇനി രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് പെട്ടെന്ന് പോകണം, ആ സംസാരം തുടർന്നു കൊണ്ടുപോകാൻ സമയമില്ല. അപ്പോൾ മറ്റേ ആൾ പറയാണ് ഐ വിൽ കോൾ യു ലേറ്റർ. അത് അപ്പോൾ എടുക്കുന്ന തീരുമാനമാണ്, ആ സംസാരിക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനമാണ്. അപ്പോൾ അവിടെ നമുക്ക് ഫ്യൂച്ചർ സിമ്പിൾ ഉപയോഗിക്കാം. ഐ വിൽ കോൾ യു ലേറ്റർ, വിൽ കോൾ. അതുപോലെ ഐ വിൽ ഓപ്പൺ ദ വിൻഡോസ്, വിൽ ഓപ്പൺ. അത് ഫ്യൂച്ചർ സിമ്പിളാണ്, അറ്റ് ദ മോമെൻറ്റ് ഓഫ് സ്പീക്കിംഗ് എടുക്കുന്ന ഒരു തീരുമാനം ആണ്. ഇനി വേറൊരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, ഇറ്റ് വിൽ റെയിൻ ടുമാറോ, നാളെ മഴ പെയ്യും. ഇത് ഒരു പ്രെഡിക്ഷനാണ്. നാളത്തെ കാര്യം അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ കാര്യം ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുകയാണ്. അവിടെയും നമുക്ക് ഫ്യൂച്ചർ സിമ്പിൾ ഉപയോഗിക്കാം. ഇറ്റ് വിൽ റെയിൻ, വിൽ റെയിൻ അത് ഫ്യൂച്ചർ സിമ്പിളാണ്. അത് എനിക്ക് തോന്നുന്ന കാര്യമാണ്, വാട്ട് ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നാളെ മഴ പെയ്യും, ഇറ്റ് വിൽ റെയിൻ ടുമാറോ എന്ന്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇത് കുറച്ചുകൂടി ഒരു അഡ്വാൻസ്ഡ് ലെവലിലുള്ള ടെൻസാണ്. ഫ്യൂച്ചറിലുള്ള ഒരു പോയിൻ്റ്, ആ ഒരു സമയത്തിനുള്ളിൽ വേറൊരു കാര്യം നടന്നിരിക്കും എന്ന് പറയില്ലേ? ഇപ്പോൾ നാളെ 5 മണിക്ക് ഞാൻ അവിടെ എത്തിയിരിക്കും, ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കും. നാളെ 5 മണിക്ക്, നാളെ 5 മണിയാവുമ്പോഴേക്കും ഞാൻ എൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ്. അപ്പോൾ ആ ഒരു സ്പെസിഫിക് പോയിൻ്റ് ഇൻ ടൈം ഇൻ ദ ഫ്യൂച്ചറിലുള്ള ഒരു പോയിൻ്റ് ഓഫ് ടൈം പറയുകയാണ്. ആ ഒരു സമയത്തിന് ഉള്ളിൽ ഒരു കാര്യം നടന്നിട്ടുണ്ടാവുമെന്ന് പറയുമ്പോഴാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ബൈ 5 PM ടുമാറോ, നാളെ 5 മണി ആവുമ്പോഴേക്കും എന്നാണ്. ബൈ 8 PM ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ ഡിന്നർ. ബൈ 8 PM. ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിലാണ് നമ്മളത് പറയുന്നത്. നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് നമ്മളെ ആ ഒരു ഫ്യൂച്ചറിലുള്ള ആ ഒരു സമയത്ത് നമ്മളെ ആ ഒരു സമയത്തേക്ക് നമ്മൾ തന്നെ മാറ്റുകയാണ്. ബൈ 8 PM. അപ്പോൾ നാളെ 8 PM ആവുമ്പോൾ എന്തായിരിക്കും? ആ സമയത്ത് എനിക്ക് പറയാം ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഡിന്നർ എന്ന്. പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ ഫ്യൂച്ചറിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ ഡിന്നർ ബൈ 8 PM. നാളെ 8 PM ആവുമ്പോൾ ഞാൻ എന്താവും പറയുക? ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഡിന്നർ എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലായില്ലേ? ഫ്യൂച്ചറിലുള്ള ഒരു കാര്യം, ഒരു പോയിൻ്റ് ഇൻ ദ ഒരു സ്പെസിഫിക് ടൈം ഇൻ ദ ഫ്യൂച്ചർ, ആ ഒരു സമയത്തിനുള്ളിൽ വേറൊരു കാര്യം നടന്നിട്ടുണ്ടാകും. ഇൻ 5 years ഷീ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ്. നോക്കൂ, ഷീ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ്. ഇൻ 5 years എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിലാണ് അത് പറയുന്നത്. 5 years കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ 5 years ആകുന്നതിന് മുൻപ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഷീ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ്. അവളുടെ ആ ഒരു ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും അവൾ. അപ്പോൾ 5 years കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ആണ് പറയുന്നതെങ്കിൽ അവൾ ആ ഒരു സമയത്ത് നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ അവൾ പാസ്റ്റിലേക്ക് നോക്കണം. എന്നിട്ട് പറയുക ഐ ഹാവ് ഗ്രാജുവേറ്റഡ് എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ ഇൻ 5 years ഷീ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ് എന്ന് പറയാം. ആ സമയത്താണ് 5 years കഴിഞ്ഞിട്ടുള്ളൊരു സമയത്താണ് പറയുന്നതെങ്കിൽ
ഷീ ഹാസ് ഗ്രാജുവേറ്റഡ് എന്നാണ് പറയുക. ഇപ്പോൾ മനസ്സിലായില്ലേ? വിൽ ഹാവ് ഉപയോഗിക്കുന്നത് ഫ്യൂച്ചറിലുള്ള ഒരു കാര്യത്തെ നമ്മൾ നോക്കിക്കൊണ്ട് പറയുകയാണ്, അങ്ങനെ സംഭവിച്ചിരിക്കും എന്ന്. അപ്പോൾ ഫ്യൂച്ചർ സിമ്പിൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ടു മേക്ക് എ ഡിസിഷൻ അറ്റ് ദ മോമെൻറ്റ് ഓഫ് സ്പീക്കിംഗ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എടുക്കുന്ന ഒരു തീരുമാനം, അവിടെ നമുക്ക് ഫ്യൂച്ചർ സിമ്പിൾ ഉപയോഗിക്കാം. പിന്നെ ടു ടോക്ക് അബൌട്ട് ബിലീവ്സ് ഇൻ ദ ഫ്യൂച്ചർ. ടു ടോക്ക് അബൌട്ട് അവർ ബിലീവ്സ് ഇൻ ദ ഫ്യൂച്ചർ. നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുന്ന, നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ, മഴ പെയ്യും എന്ന് പറഞ്ഞില്ലേ, അതുപോലെ. അപ്പോൾ അവിടെയും നമുക്ക് ഫ്യൂച്ചർ സിമ്പിൾ ഉപയോഗിക്കാം. പിന്നെ ടു മേക്ക് പ്രോമിസസ്, പ്രോമിസ് കൊടുക്കുന്നതിന് ഓഫേഴ്സ്, സജഷൻസ്, ഇവിടെയൊക്കെ നമുക്ക് ഫ്യൂച്ചർ സിമ്പിൾ ഉപയോഗിക്കാം. ഐ വിൽ ഓപ്പൺ ദ വിൻഡോ എന്ന് പറയുന്നത് ആ സമയത്തെടുക്കുന്ന തീരുമാനമാണ്. ഐ തിങ്ക് ഷീ വിൽ ലവ് ദ മൂവി. ഞാൻ വിചാരിക്കുന്നത് അവൾ ആ മൂവി ഇഷ്ടപ്പെടും എന്നാണ്. അവിടെ ഷീ വിൽ ലവ്, നോക്കൂ, ഫ്യൂച്ചർ സിമ്പിൾ ഉപയോഗിച്ചു. അത് എൻ്റെ ഒരു ബിലീഫാണ്, ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. പിന്നെ അവൾ അത് കാണുമ്പോൾ അവൾക്കത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ ചിന്തിക്കുന്നതാണ്. അപ്പോൾ അത് ഫ്യൂച്ചറിലെ ഒരു പ്രഡിക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഡോണ്ട് വറി ഐ വിൽ ഹെൽപ്പ് യു എന്ന് പറയുമ്പോഴോ, അവിടെ ഒരു ഓഫറാണത്. വറി ചെയ്യേണ്ട, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. അതൊരു ഓഫർ ചെയ്യാണ്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന ഒരു ഓഫർ. ഐ വിൽ ഗോ ടു ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ആ സമയത്തെടുക്കുന്ന ഒരു തീരുമാനമാകാം, അതല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിലുള്ള ഒരു പ്രഡിക്ഷൻ. ഓക്കെ, എനിക്കങ്ങനെ തോന്നുന്നു, ആ ഒരു രീതിയിലൊക്കെ ആകാം. അതൊക്കെ റിയൽ ആയിട്ടുള്ള പോസിബിലിറ്റീസ് തന്നെയാണ്. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടൊക്കെ ഒരു സ്ഥലത്ത് പോവില്ലേ, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു, പിന്നെ നമ്മൾ കലണ്ടറിൽ മാർക്ക് ചെയ്തു, ആ ദിവസം ഞാനത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് പോകാൻ. അങ്ങനെയെങ്കിൽ ഐ വിൽ ഗോ അല്ല പറയേണ്ടത്, ഐ ആം ഗോയിങ് ടു ഗോ എന്ന് പറയണം. ഐ ആം ഗോയിങ് ടു ഗോ ടു ഇംഗ്ലണ്ട്. ഗോയിങ് ടു ആണ് അവിടെ ഫ്യൂച്ചർ സിറ്റുവേഷൻ പറയുന്നതിന് ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മളത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ വിൽ അല്ല, ഗോയിങ് ടു ഉപയോഗിക്കണം. ഇനി അതിനെ പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം ഇതിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെസൺസ് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട്. പിന്നെ ഫ്യൂച്ചർ കണ്ടീഷൻസ് പറയുന്നതിന് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളുമുണ്ട്. ഐ ആം ഗോയിങ് ടു ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഫ്യൂച്ചറിലെ ഒരു സിറ്റുവേഷൻ പറയുന്നതിനും ഉപയോഗിക്കാം. ഇതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെസൺസ് ഈ ചാനലിലുണ്ട്, അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യണം. ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഐ വിൽ ഹാവ് ഗോൺ ടു ഇംഗ്ലണ്ട്. ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഐ സബ്ജക്റ്റ്, അത് കഴിഞ്ഞ് വിൽ ഹാവ്, പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഗോൺ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ഗോ ആണ് ഗോൺ എന്നത്. അപ്പോൾ നമ്മൾ വിൽ ഹാവ് കഴിഞ്ഞിട്ട് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. വിൽ ഹാവ് ഈറ്റൺ, വിൽ ഹാവ് ടേക്കൺ, വിൽ ഹാവ് റിട്ടൺ, വിൽ ഹാവ് റെഡ്, വിൽ ഹാവ് സീൻ, വിൽ ഹാവ് വാച്ച്ഡ്. അങ്ങനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം തന്നെയാണ് വിൽ ഹാവ് കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ടത്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് അത്. ബൈ നെക്സ്റ്റ് വീക്ക് ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ്. നോക്കൂ, ബൈ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും എൻ്റെ പ്രോജക്റ്റ് ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ടാകും. നെക്സ്റ്റ് വീക്കിൽ നിന്നുകൊണ്ട് നമ്മളെ തന്നെ ഒരു നെക്സ്റ്റ് വീക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ആ നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ ഞാൻ എന്താവും പറയുക, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ പ്രോജക്റ്റ് എന്നാണ്. ഇപ്പോൾ നമുക്ക് പറയാവുന്നത് ബൈ നെക്സ്റ്റ് വീക്ക് ഐ വിൽ ഹാവ് ഫിനിഷ്ഡ് മൈ പ്രോജക്റ്റ് എന്നാണ്. ബൈ ദ ടൈം യു അറൈവ് ഷീ വിൽ ഹാവ് ലെഫ്റ്റ്. ബൈ ദ ടൈം യു അറൈവ്, ബൈ ദ ടൈം യു അറൈവ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലെ ഒരു ടൈമാണ്, നിങ്ങൾ വരുന്ന സമയത്ത്. ഷീ വിൽ ഹാവ് ലെഫ്റ്റ്, അവൾ പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കതൊരു സ്പെസിഫിക് ടൈം പറയാം, അതല്ലെങ്കിൽ ഒരു ആക്ഷൻ പറയാം. ബൈ ദ ടൈം യു അറൈവ് എന്ന് പറയുമ്പോൾ അതൊരു ആക്ഷൻ ആണ്. ബൈ 5 o'clock എന്ന് പറയുമ്പോൾ അതൊരു ടൈമാണ്, സ്പെസിഫിക് ടൈമാണ്. ബൈ ദ ടൈം യു കം ഹിയർ എന്ന് പറയുമ്പോൾ യു കം ഹിയർ എന്ന് പറയുന്ന ഒരു ആക്ഷനാണ്. ഓക്കെ, ബൈ ടുമാറോ എന്ന് പറഞ്ഞാലോ നാളെ, ആ ഒരു സമയം. ബൈ നൂൺ എന്ന് പറഞ്ഞാലോ നൂൺ എന്ന് പറഞ്ഞാൽ ആ ഉച്ച സമയം, അതിന് മുൻപ്, അതാവുമ്പോഴേക്കും, ആ ഒരു സമയം ആവുമ്പോഴേക്കും, അവിടെയൊക്കെ ടൈമാണ് നമ്മൾ പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ആക്ഷൻ പറയാം. ബൈ ദ ടൈം യു അറൈവ്, ബൈ ദ ടൈം ഷീ കംസ്, ബൈ ദ ടൈം ഷീ ഗോസ്, ഇതൊക്കെ പറയാം. ബൈ ദ ടൈം യു അറൈവ് ഐ വിൽ ഹാവ് ഗോൺ ടു ഇംഗ്ലണ്ട്. ബൈ ദ ടൈം യു കം ബാക്ക് ഫ്രം ഫ്രാൻസ്, നിങ്ങൾ ഫ്രാൻസിൽ നിന്ന് മടങ്ങി വരുമ്പോൾ, ആ ഒരു സമയം.
ഐ വിൽ ഹാവ് ഗോൺ ടു ഇംഗ്ലണ്ട്. ചില സമയത്ത് ഐ വിൽ ഗോ ടു ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാലും ഐ വിൽ ഹാവ് ഗോൺ ടു ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാലും തെറ്റും ആകാം, റോങ് ആകാം. അതെവിടെയാണ്? ഗോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ബീൻ എന്നതിന് പകരം ഗോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെയാണ്, തിരിച്ചു വന്നിട്ടില്ല എന്നാണ് മീനിങ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ബൈ ദിസ് ടൈം നെക്സ്റ്റ് മന്ത് ഐ വിൽ ഹാവ് ബീൻ ടു ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ബൈ നെക്സ്റ്റ് മന്തിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് മന്ത് ആവുമ്പോഴേക്കും എന്താണ്, ഞാൻ ഇംഗ്ലണ്ടിൽ പോയി ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ടാകും. ഐ വിൽ ഹാവ് ബീൻ ടു ഇംഗ്ലണ്ടാണ്. അവിടെ ഐ വിൽ ഹാവ് ഗോൺ ടു ഇംഗ്ലണ്ട് അല്ല പറയേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഐ വിൽ ഹാവ് ഗോൺ ടു ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ അത് റോങ് ആകാം. കാരണം ആൾ തിരിച്ചു വന്നിട്ട് ഉണ്ടെങ്കിൽ മാത്രം ബീൻ ഉപയോഗിക്കണം. പക്ഷേ തിരിച്ചു വന്നിട്ടില്ല, ആൾ അവിടെയാണ് എങ്കിൽ ഗോൺ ഉപയോഗിക്കാം. ബൈ ദിസ് ടൈം, അതായത് അടുത്ത മാസം ഈ ഒരു സമയമാവുമ്പോഴേക്കും, അടുത്ത മാസം ഈ ഒരു സമയമാവുമ്പോഴേക്കും ഞാൻ ഇംഗ്ലണ്ടിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ടാകും എന്നാണ് അവിടെ മീനിങ്. ഐ വിൽ ഹാവ് ബീൻ ടു ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഹാവ് ബീൻ ടു ഇംഗ്ലണ്ട് എന്നാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. ബൈ ദിസ് ടൈം നെക്സ്റ്റ് മന്ത് ഐ വിൽ ഹാവ് ബീൻ ടു ഇംഗ്ലണ്ട്. അപ്പോൾ ആൾ തിരിച്ച് എത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ ആ ട്രിപ്പ് ഫിനിഷായി. അതേസമയം ബൈ ദിസ് ടൈം നെക്സ്റ്റ് മന്ത് ഐ വിൽ ഹാവ് ഗോൺ ടു ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ തന്നെയാണ്, തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ അടുത്ത മാസം ഈ സമയമാവുമ്പോഴേക്കും ഐ വിൽ ഹാവ് ഗോൺ ടു ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവിടെ ഇംഗ്ലണ്ടിൽ തന്നെയാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത് ഈ ഐ വിൽ ഹാവ് ഗോൺ ടു ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ ഇത്രയ്ക്കും ബുദ്ധിമുട്ടി നമ്മൾ പറയേണ്ട കാര്യമില്ല. ബൈ ദിസ് ടൈം നെക്സ്റ്റ് മന്ത് ഐ വിൽ ബി ഇൻ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അത് മനസ്സിലായി, വളരെ സിമ്പിളായി. ഇത് ഈ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം ഐ വിൽ ഹാവ് ഗോൺ ടു ഇംഗ്ലണ്ട്, ഐ വിൽ ഗോ ടു ഇംഗ്ലണ്ട്, അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ് എന്ന ഒരു റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ്. അപ്പോൾ ബൈ ദിസ് ടൈം നെക്സ്റ്റ് മന്ത് ഐ വിൽ ബി ഇൻ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാലും വളരെ കൃത്യമായി ഐ വിൽ ബി ഇൻ ഇംഗ്ലണ്ട്, അവിടെ ഇംഗ്ലണ്ടിലായിരിക്കും. പക്ഷേ ഗോൺ ഉപയോഗിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക, അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടില്ല എന്ന് തന്നെയാണ് മീനിങ്. ബീൻ ആണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന മീനിങ് കിട്ടും. അങ്ങനെ ഒരു ഡിഫറൻസ് ഇതിനുണ്ട്. ഈ ഒരു ടോപ്പിക് ബീൻ ആൻഡ് ഗോൺ, അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ് എന്നതും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെസൺ നമ്മുടെ ഈ ചാനലിൽ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു.